ഇവർ JCB ഉപയോഗിച്ച് ആ വീട് മുഴുവൻ തല്ലി നിരപ്പാക്കി. ഞാൻ കാണുന്നത് നമ്മുടെ ആ വീടിൻ്റെ മെയിൻ പോർഷൻ എല്ലാം തന്നെ ഇവർ ഇടിച്ച് തകർക്കുക. അന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങളെ ആരാ ഇത് ഏർപ്പാട് ചെയ്തതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ബാങ്കാ ഞങ്ങൾക്ക് ഇതിനുള്ള ഇത് തന്നേന്ന് പറഞ്ഞു. വീടും സ്ഥലവും ജപ്തി ചെയ്ത് വീട്ടുകാരെ ഇറക്കിവിട്ട ശേഷം വീട് JCB ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞതായി പരാതി. കോട്ടയം കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിച്ച ശേഷം വീട് ജപ്തി ചെയ്തത്. കോതനെല്ലൂർ സ്വദേശിയായിട്ടുള്ള അജി MG എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 25 ലക്ഷം രൂപയാണ് അജി പലപ്പോഴായി കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. വായ്പാ തിരിച്ചടവ് കുടിശ്ശികയായതോടുകൂടി കഴിഞ്ഞ നവംബർ മാസം 11-ാം തീയതി ബാങ്ക് ഈ വീട് ജപ്തി ചെയ്തതാണ്. അതിനുശേഷം ജനുവരിയിൽ ഈ വീട് ലേലത്തിൽ വയ്ക്കുകയും മറ്റൊരു വ്യക്തി ലേലത്തിലൂടെ ഇത് സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബാങ്കിന്റെ വിശദീകരണം. ഈ വീട് JCB ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞതിന് പിന്നിൽ ലേലത്തിലൂടെ ഈ വീട് സ്വന്തമാക്കിയ ഉടമയാണ് എന്നുള്ളതാണ് കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്ക് പറയുന്നത്. എന്താണെങ്കിലും അജിയും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ പെരുവഴിയിലായ അവസ്ഥയിലാണ്. 2011 നമ്മൾ ലോൺ എടുക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയൊക്കെ ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് പല തവണയായിട്ട് എടുത്താണ്. നമ്മളത് തുടർച്ചയായിട്ട് അടയ്ക്കുന്നും ഉണ്ടായിരുന്നു. 3 ലക്ഷം രൂപയോളം തിരിച്ചടച്ച്. വായ്പ എടുത്തത് 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയാണ് നമ്മൾ വായ്പ എടുത്തേക്കുന്നത്. പലപ്പോഴായിട്ട് എടുത്തതാണ്. അല്ല, ഒറ്റയടിക്ക് നമ്മൾ 25 ലക്ഷം രൂപ എടുത്തതല്ല, പല തവണയായിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി എടുത്ത. ഞങ്ങൾ എടുത്തത് 25 ലക്ഷം രൂപയാണ്. പക്ഷേ ഇപ്പം ബാങ്ക് പറയുന്ന നമ്മൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് 37 ലക്ഷം രൂപ എടുത്തു. അത് പലിശ സഹിതം ഇപ്പം 47 ലക്ഷം രൂപയായെന്നാണ് ബാങ്ക് പറയുന്നത്. അപ്പം ഇത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ പുറകെ കിടക്കുന്ന സ്ഥലം വിറ്റ് കുറച്ച് തുക ബാങ്കിലേക്ക് അടയ്ക്കാമെന്ന് ബാങ്കിൻ്റെ ചെയർമാനോട് സംസാരിച്ച് പാർട്ടിയായിട്ടൊക്കെ വാക്ക് പറഞ്ഞ് ചേട്ടനും പാർട്ടിയും ബാങ്കിൻ്റെ മാനേജ്മെൻറ്റും എല്ലാം സംസാരിച്ച് നമ്മൾ ഓക്കെ. എത്ര സെന്റ് ഭൂമിയാണ്? മൊത്തം നമുക്ക് 33 സെൻറ്റ് സ്ഥലമുള്ളത്. വീടിരിക്കുന്നത് 17 സെൻറ്റും പുറകെ കിടക്കുന്ന 16 സെൻറ്റും രണ്ടാധാരമാണ്. അപ്പോൾ അങ്ങനെ ആ പുറകെ കിടക്കുന്ന 16 സെൻറ്റ് വഴിയിട്ട് കൊടുത്തേച്ച് വിൽക്കുക. അങ്ങനെ 20 ലക്ഷം രൂപയോളം അന്ന് കിട്ടുമായിരുന്നു. അത് കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഇവർ ടോക്കൺ തന്ന് ഇവരെടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്ക് കാല് വാരി. ആ പയ്യനോട് പറഞ്ഞു, ഇത് മൊത്തം എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇത് ഒറ്റ ലോണാണ്, 2 ആധാരമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരുമിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അങ്ങനെ അവർ ആ കച്ചവടം ഒഴിഞ്ഞു പോവുകയത്. പിന്നീട് ഇവർ നവംബർ മാസത്തിൽ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയ നമ്മുടെ നവംബർ 11-ാം തീയതി വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ജനുവരിയിൽ ബാങ്ക് ഈ വസ്തു ലേലം ചെയ്തു. ഒരു പാർട്ടി എടുത്തെന്ന് പറഞ്ഞാൽ അത് എടുത്തത് ആരാന്നോ ഒന്നും പറയുന്നില്ല ഇവർ. നമ്മൾ പലതവണ ചോദിച്ചു ആരാന്ന്. ഇവർ പക്ഷേ ഇത് എടുത്ത ആരാന്നൊന്നും ഇവർ പറയുന്നില്ല. ബാങ്ക് പൊളിച്ചു കളഞ്ഞ ആ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഫ്രണ്ടിലേക്ക് മാറിയ ഒരു വീട്ടിലാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ജനിച്ചു വളർന്ന വീടല്ലേ, അത് പോയതിൽ പിള്ളേർക്കൊക്കെ ആകെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട്. 2 പെൺകുട്ടികളാണ്. ഒരാൾ BSc നഴ്സിംഗും ഒരാൾ +2 പഠിക്കുന്നു. വീട് ജപ്തി കഴിഞ്ഞ കടക്കണി വിമോചന മുന്നണിയെ നമ്മൾ ബന്ധപ്പെട്ടു. അവർ ബാങ്കിൽ വന്ന് ചെയർമാനും ബാങ്ക് മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒരു രീതിയിലും അവർ അടുക്കുകയല്ല. അങ്ങനെ അവർ വൈകുന്നേരം വന്ന് അവർ എല്ലാവരോടും വന്ന് നമ്മളെ തുറന്ന് വീട്ടിൽ താമസിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ വീണ്ടും തുറന്നു. ഇപ്പോൾ അവർ ഈ 2 ദിവസം മുന്നേ അവർ വീണ്ടും കോടതിയിൽ നിന്ന് ഓർഡർ എടുത്ത് ബാങ്കിൻ്റെ സ്റ്റാഫും മാനേജ്മെൻറ്റും പോലീസും എല്ലാവരും കൂടി വൺ ഫോഴ്സോടുകൂടി തന്നെ വീടിനകത്തിരുന്ന ചേട്ടനെയും പിള്ളേരെയും, ചേട്ടന് ഫിറ്റ്സ് അല്ലേടാ എന്ന് ചോദിച്ച് വലിച്ചിറക്കി വണ്ടിയെ കയറ്റി ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത്. ഇവർ പോയ സമയത്ത് ഇവർ JCB ഉപയോഗിച്ച് ആ വീട് മുഴുവൻ തല്ലി നിരപ്പാക്കി ഇവർ. ഞാൻ ചേട്ടനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരുമ്പം ഞാൻ കാണുന്നത് നമ്മുടെ ആ വീടിൻ്റെ മെയിൻ പോർഷൻ എല്ലാം തന്നെ ഇവർ ഇടിച്ച് തകർക്കുക. അന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങളെ ആരാ ഇത് ഏർപ്പാട് ചെയ്തതെന്ന് ചോദിച്ചു. അന്നേരം ആ JCBയുടെ ഡ്രൈവറും വേറൊരു പയ്യനും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ബാങ്കാ ഞങ്ങൾക്ക് ഇതിനുള്ള ഇത് തന്നേന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടാ ബാങ്കുകാരോട് സംസാരിക്കും, ബാങ്കുകാർ പറയുന്നത് ലേലത്തിൽ വാങ്ങിയ വ്യക്തി ആ വീട് പൊളിപ്പിച്ച് കളഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ JCBക്കാർ പറയുന്നത് ബാങ്കിൻ്റെ സ്റ്റാഫുകളാണ് ഞങ്ങൾക്ക് ഇതിന് ഓർഡർ തന്ന, ഇത് മൊത്തം പൊളിച്ച് കളഞ്ഞേക്കാനാണ് പറഞ്ഞതെന്നും പറഞ്ഞ് JCBക്കാർ അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു മാനുഷിക പരിഗണന ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നോ ഒരു ഇതുമില്ല. അവർ പറയുന്ന ലോൺ എടുത്ത് ഡെപ്പോസിറ്റർമാരുടെ പൈസയല്ലെന്ന്, നമ്മൾ തിരിച്ചടയ്ക്കുകയെന്ന് പറയുന്നില്ല. നമ്മൾ അതിനുള്ള പല സാഹചര്യങ്ങളും പല തവണ കച്ചവടമായിട്ട് പലരെയും വന്ന് ഇത് പല തവണ ഇവർ തന്നെ മുടക്കി വിട്ടതായിട്ട് നമുക്ക് അറിവുണ്ട്. ബാങ്കുകാർ തന്നെ ആ സ്ഥലത്തിനോടുള്ള ആർത്തി മൂത്തി ഇവർ വല്ല റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പുറകിൽ എന്നാ കളി നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇത് വാങ്ങിച്ച ആളാരാന്ന് ഞങ്ങൾ പല തവണ ചോദിച്ചിട്ടും അവർ പറയുന്നില്ല ഇത് ആരാന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വഴിയിലിറക്കി വിട്ട അവസ്ഥയാണ്. അറിയോ, ഞങ്ങൾക്ക് മുന്നോട്ട് ഇനി ഒരു മാർഗവും ഇല്ല. ഇത് JCB കൊണ്ട് വന്ന്
ഇത് പൊളിച്ചു കളഞ്ഞ എന്തിനാന്നുള്ള ഒരു വിവരം നമുക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം. ഒന്നുകിൽ ഇത് ഇവിടുത്തെ ഏതോ ഒരു റിയൽ എസ്റ്റേറ്റ് ലോബി തന്നെ ഇത്. ഇതിൻ്റെ പുറത്ത് ചിലപ്പം ബാങ്കിനും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ആൾക്കാർ കാണും. ഇതിലെന്തോ ഒരു ശരിക്കും എന്തോ ഒരു ദുരൂഹത ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മളെ സഹായിക്കാനോ നമുക്ക് ആൾബലവും സാമ്പത്തിക ബലവും ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിക്കും ഇവർ തട്ടിയെടുത്ത തന്നെയാണ്. ഇവർ വൻ ഫോഴ്സോട് കൂടിയാണ് വന്നത്. ഞങ്ങൾ 2-3 ജീവനുകളെ ഞങ്ങൾ ഇതിന് മാത്രം ദ്രോഹം എന്താ ചെയ്തതെന്നുള്ളത് മനസ്സിലാവണില്ല. അവർക്ക് കുറച്ച് ഫണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഫണ്ട് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ ആ വീടും വഴിയിലോട്ടൊന്ന് ഇറങ്ങാനുള്ള ഒരു സ്ഥലവും തന്നിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് അവരെടുത്തോട്ടെ, അവർക്ക് അവരുടെ മുതലാവുമല്ലോ. പിന്നെ എന്താണെന്ന് പറഞ്ഞാലും ഏത് കോടതിയാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള സാധാരണ കുടുംബത്തിനെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് കയറി കിടക്കാനുള്ള കൂര പൊളിച്ചു കളയാനുള്ള ഒരു ഇതവർ കൊടുക്കുമെന്ന് തോന്നണില്ല. ഇതിപ്പം നമുക്കിപ്പോൾ ഈ ഒരു കേസ് കളിക്കുന്ന പോലെ അവിടെ പോകാനും ഹൈക്കോടതി പോകാനും അഡ്വക്കേറ്റുമാരെ കാണാനും ഒക്കെ ഉള്ള സാമ്പത്തിക ശേഷി കുറവാണ്. സാമ്പത്തിക ശേഷി ഇല്ലെന്ന് വേണേൽ പറയാം. അന്നത്തെ ഇടം കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുന്ന ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ. കടക്കണി വിമോചന മുന്നണിയുടെ സംസ്ഥാന സെക്രട്ടറി കാരായി അരൂഷാണ്. അപ്പോൾ അജിയുടെ കുടുംബം 1.5 മാസം മുമ്പാണ് ആത്മഹത്യയെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൺഫറൻസിൽ കൂടി നമ്മുടെ സംഘടനയെ ബന്ധപ്പെട്ടത് ജപ്തി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ സംഘടന കേരളത്തിൽ വ്യാപകമായിട്ട് അങ്ങോളം ഇങ്ങോളം ചെയ്തു വരുന്ന ഒരു സമരം 3 ലക്ഷത്തോളം വരുന്ന മലയാളി കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വലിയൊരു സാമൂഹ്യ ദുരന്തത്തെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക്, തടയുക എന്നുള്ള രീതിയിലേക്ക് ജപ്തി ചെയ്യപ്പെട്ട കുടുംബങ്ങളെ തിരിച്ച് വീട്ടിൽ കയറ്റുന്ന ഒരു സമര സംവിധാനങ്ങൾ അവരുടെ മുൻകൈയിൽ തന്നെ, കുടുംബങ്ങളുടെ മുൻകൈയിൽ തന്നെ, നേതൃത്വത്തിൽ തന്നെ തിരിച്ച് നഷ്ടപ്പെട്ട വീട് തിരിച്ചു പിടിക്കുന്ന ഒരു സമര പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 1.5 മാസം മുമ്പേ കടുത്തുരുത്തി സഹകരണ ബാങ്ക്, കോൺഗ്രസ് ഭരിക്കുന്ന കടുത്തുരുത്തി സഹകരണ ബാങ്കിലേക്ക് ഞങ്ങൾ പോവുകയും ഞങ്ങൾ മാന്യമായ നിർദ്ദേശം തന്നെ മുമ്പോട്ട് വെച്ചു. കാരണം ഈ വീടും സ്ഥലവും ഒഴിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അവരോട് പറയുന്ന സംഖ്യ തന്നെ അതുപകാരം കിട്ടും. എന്നാൽ ബാങ്കിനെ സംബന്ധിച്ചിട്ട് തീർത്തും ദുരുദ്ദേശപരമായ റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലേക്ക് ബാങ്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും അങ്ങനെ ആ കുടുംബത്തിന് തിരിച്ചു കയറ്റുന്ന രീതിയിലേക്കുള്ള സമരങ്ങൾ കെട്ടയച്ചു വിടുന്ന നിർവഹിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് വരെ നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും തണ്ടപ്പേര് അജിയുടെ പേരിലാണുള്ളത്. എന്നിട്ട് പോലും ഇന്നലെ ഉത്തർപ്രദേശിൽ നടക്കുന്ന ബുൾഡോസർ രാജ് പോലെ ഈ ബാങ്കും പോലീസും കോടതിയും വില്ലേജ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ബ്രിട്ടീഷ് കൊള്ളക്കാരെ പോലെ ഈ 3 ജീവനുകളെ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക്, ആ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത് വലിച്ചെറിയുന്ന രീതിയിലേക്ക് ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ 3 ആളെയും എടുത്തിട്ട് ആശുപത്രിയിലേക്ക് ബലമായിട്ട് അഡ്മിറ്റ് ചെയ്യുകയും എന്നിട്ട് അടിച്ച് പൊളിക്കുകയും ചെയ്യുന്ന ഒരു ഭീകരമായ ഫാസിസമാണ് ഇത്ര നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്നും ബാങ്കിന് ഇതിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുമാണ് കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കിന്റെ വിശദീകരണം. JCB ഉപയോഗിച്ച ഈ വീട് പൊളിച്ചതിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ലേലത്തിലൂടെ ഈ വീട് സ്വന്തമാക്കിയ ആ വ്യക്തിയാണ്, ഉടമയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുമാണ് കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്ക് പറയുന്നത്. എന്താണെങ്കിലും ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് അജിയും 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം. കടുത്തുരുത്തിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീം.